പവിത്രം സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ അന്ന് രാത്രി വിക്രവും വേദയും കിടന്നുറങ്ങുമായിരിക്കും. വിക്രം താഴെ നിലത്ത് പാവിരിച്ചിട്ടും അതുപോലെ വേദ കട്ടിലായിട്ട് കിടന്നുറങ്ങുന്നത്. രാവിലെ ആവുന്ന സമയത്തിന് വേദക്ക് നന്നായിട്ട് കാല് വേദനിച്ചിട്ട് അയ്യോ അമ്മേ എന്നൊക്കെ ഇങ്ങനെ ആർത്ത് വിളിക്കുന്നുണ്ട്. വേദയുടെ നിലവിളി കേട്ടുകൊണ്ട് വിക്രം എഴുന്നേറ്റ് നോക്കുന്ന സമയത്തിന് വേദന കൊണ്ടിങ്ങനെ കാല് വേദനിച്ച് ഇങ്ങനെ പൊളിയായിരിക്കട്ടെ വേദ. വേദയുടെ കരച്ചിൽ കാണുന്ന സമയത്തിന് താൻ കാരണമാണല്ലോ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് വിക്രമത്തിന് വല്ലാത്ത കുറ്റബോധം തോന്നിപ്പോവും. വേദയെ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കുന്ന സമയത്തിന് വിക്രത്തിന്റെ മനസ്സിൽ വേദിയോട് ചെറുതായിട്ടുള്ള ഇഷ്ടവും സ്നേഹമൊക്കെ തോന്നിപ്പോകുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വേദയെ തന്നെ ഇങ്ങനെ കണ്ണിമ വെട്ടാതെ നോക്കിക്കൊണ്ടിരിക്കായിരിക്കും വിക്രം. വിക്രം ചോദിക്കുന്നുണ്ട്, ഹേയ് വേദാളം എന്താ എഴുന്നേൽക്കുന്നില്ലേ എന്ന് ചോദിക്കുന്ന സമയത്തിന് വേദ പയ്യെ അവിടെ നിന്നും എഴുന്നേൽക്കാൻ നോക്കുന്നുണ്ടെങ്കിലും കാലൊന്ന് ഇറക്കാൻ പോലും വേദക്ക് പറ്റുന്നില്ല. അത്രമാത്രം വേദനയായിരിക്കും. എന്നാൽ ഒട്ടും എഴുന്നേൽക്കാൻ പോലും കഴിയാത്ത വേദ ഏതായാലും വിക്രം പിടിച്ചെഴുന്നേൽപ്പിച്ചുകൊണ്ട് കട്ടിലിരുത്തുന്നുണ്ട്. ഉള്ളിൽ ഒത്തിരിയധികം സ്നേഹത്തോടു കൂടി തന്നെയായിരിക്കും വേദയോട് വിക്രം പെരുമാറുന്നത്. എന്നിട്ട് പുറമേ ചോദിക്കുന്നുണ്ട്, എടി ഇതൊക്കെ ശരിക്കും നിന്റെ അഭിനയമല്ലേ? ഇത് ശരിക്കും നിന്റെ അഭിനയം തന്നെയാണോ അതോ പകുതി നിന്റെ ഷോ അല്ലേ എന്നൊക്കെ ചോദിക്കാണ് വേദയോട്. നീ ഈ കാണിക്കുന്നത് പോലെ നിനക്ക് വലിയ വേദനയൊന്നും കാണില്ല. എന്നിട്ട് വേദനയാണെന്ന് പറഞ്ഞിട്ട് അനങ്ങാതെ ഒരു ജോലിയും ചെയ്യാതെ ഇവിടെ മടിച്ചേറ്റിരിക്കണം. എന്നിട്ട് എന്റെ അമ്മയെ ബുദ്ധിമുട്ടിക്കണം. അതല്ലേടി നിന്റെ ഉദ്ദേശം എന്നൊക്കെ ചോദിക്കാണ് വിക്രം. വിക്രത്തിന്റെ വാക്ക് കേൾക്കുന്ന സമയത്തിന് വേദക്ക് ശരിക്കും ദേഷ്യം വരട്ടെ. വേദ ചോദിക്കുന്നത്, നിങ്ങൾക്ക് എങ്ങനെയാ മനുഷ്യ എന്നോട് ഇങ്ങനെയൊക്കെ ചോദിക്കാൻ തോന്നുന്നത്? ഇന്നലെ രാത്രി മുഴുവൻ എന്റെ കാല് വേദനിച്ചിട്ട് എനിക്ക് ഒരു പോള പോലും കണ്ണടക്കാൻ സാധിച്ചിട്ടില്ല. പുലർച്ചെയാണ് ഞാൻ കുറച്ചു നേരമെങ്കിലും ഉറങ്ങിയത് തന്നെ. ഇതിനെല്ലാം കാരണക്കാരൻ നിങ്ങളാണ്. എന്നിട്ടിപ്പോ എന്നെ കുറ്റം പറയുന്നത് കണ്ടില്ലേ എന്നൊക്കെ പറയട്ടെ വേദ. വേദയുടെ വാക്ക് കേൾക്കുന്ന സമയത്തിന് വിക്രത്തിന് വല്ലാത്ത സങ്കടം തോന്നിയിട്ട് വേദയത്തിന് ഇങ്ങനെ നോക്കിയിരിക്കുന്ന സമയത്തിന്റെ വേദ പരാതി പറയും. വേദ പറഞ്ഞിട്ട് ഇത്രയൊക്കെ സംഭവിച്ചിട്ട് ഇത്രമാത്രം കാല് വേദനിച്ചിട്ട് വേദനിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ മരുന്ന് പുരട്ടി തരണമോ എന്ന് പോലും നിങ്ങൾ എന്നോട് സ്നേഹത്തോടെ ഒന്നും ചോദിച്ചിട്ടില്ല. അതെങ്ങനെയാ? അതിനൊക്കെ നന്ദി വേണം. എന്റെ കാല് വേദനിച്ചിട്ട് പാടില്ല. ഒന്ന് മരുന്ന് തടവി തരുമോ എന്നൊക്കെ ചോദിക്കാട്ടെ വേദ. മരുന്ന് തടവിയ എനിക്ക് കുറച്ചെങ്കിലും ആശ്വാസം കിട്ടുമെന്നിങ്ങനെ വേദ പറയുന്ന സമയത്തിന് വിക്രം പറയുന്നുണ്ട്, അയ്യേ എനിക്കൊന്നും വയ്യ തന്റെ കാലിൽ പിടിച്ചിട്ട് തടവി തരാൻ. ഇതൊക്കെ നീ ആയിട്ട് തന്നെ വരുത്തി വെച്ചതല്ലേ, അതുകൊണ്ട് നീ തന്നെ അങ്ങ് അനുഭവിക്കുമെന്ന് പറയും. വേദ ചോദിക്കുന്നുണ്ട്, അതെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി തന്നതല്ലേ, അതിനുള്ള നന്ദി പോലും നിങ്ങൾക്ക് എന്നോടില്ലല്ലോ. അതെങ്ങനെയാ? നന്ദി, സ്നേഹം, കടപ്പാട്, ദയാന്നും നിങ്ങളുടെ മനസ്സിൽ പോലും തന്നിട്ടില്ല എന്നിങ്ങനെ പറയുന്ന സമയത്തിന് വിക്രത്തിന് വല്ലാത്ത കുറ്റബോധം തോന്നിപ്പോവും. എന്നിട്ട് സഹതാപത്തോടു കൂടി തന്നെ വിക്രം ഇങ്ങനെ പറയുന്നത്, എന്നാ പിന്നെ കാൽ ഇങ്ങോട്ടേക്ക് നീട്ടിത്താന്ന് പറയുന്ന സമയത്തിന് വേദ പറഞ്ഞത്, അതെ വെറുതെ അങ്ങ് തിരുമിയാലൊന്നും പോരാ, ഓയിൻമെന്റ് ഇട്ട് തന്നെ തിരുമ്പി തരണം എന്ന് പറയും. എന്നിട്ട് വിക്രം ഇങ്ങനെ വേദയുടെ മുഖത്തേക്ക് നോക്കുന്ന സമയത്തിന് ഇത് അവിടെ ഇരിക്കുന്ന ഓയിൻമെന്റ് എന്ന് പറഞ്ഞിട്ട് ഓയിൻമെന്റ് ചൂണ്ടി കാണിച്ചു കൊടുക്കും. അപ്പോഴേക്കും വിക്രം പറഞ്ഞിട്ട്, ഷോ എന്തൊരു ശല്യാന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കട്ടെ ഓയിൻമെന്റ് എടുക്കാൻ പോകുന്നത്. അതിനിടയിൽ തന്നെ വേദയോട് ചോദിക്കുന്നുണ്ട്, അല്ല ഇതെന്തൊരു ശല്യാണ്, നീ ഇനി എന്നും എന്റെ കട്ടിൽ തന്നെ കിടക്കാനാണോ പ്ലാൻ എന്ന് ചോദിക്കും. ആ സമയത്തിന് വേദ പറയുന്നത്, എന്റെ കാലുകൊണ്ട് വയ്യാതെ ഞാൻ എങ്ങനെയാ തറയിൽ കിടക്കുന്നത്? വിക്രം ഏതായാലും ഓയിൻമെന്റ് ഒക്കെ കൊണ്ടുവന്നതിന് ശേഷം വേദയുടെ കാലൊക്കെ അങ്ങനെ തടവി കൊടുക്കുന്ന സമയത്തിന് വേദക്ക് നന്നായിട്ട് വേദനിച്ചിട്ട് അയ്യോ എന്നൊക്കെ അലറി വിളിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വിക്രത്തിനെ ഇങ്ങനെ ദേഷ്യത്തോടെ നോക്കുകയാണ് വേദ. അന്നേരം വിക്രം പറഞ്ഞിട്ട്, ഞാൻ നിന്നെ പതിയെ പിടിച്ചപ്പോഴേക്കും നീ ഇങ്ങനെയാണ് കാണിക്കുന്നത് എന്ന് ചോദിക്കുന്ന സമയത്തിന് വേദക്കങ്ങ് ദേഷ്യം വരികയാണ്. എന്നിട്ട് പറഞ്ഞിട്ട്, വെട്ടുപോത്തെ നിങ്ങളുടെ ദേഷ്യമൊക്കെ എന്നോട് തീർക്കാൻ വേണ്ടിയിട്ട് എന്റെ ഈ വയ്യാത്ത കാലം വെച്ച് അമർത്തല്ലേ എന്ന് പറയും. അപ്പോഴേക്കും വിക്രം ഒന്നും മിണ്ടാതെ വേദയെ ഇങ്ങനെ സഹതാപത്തോടെ നോക്കി നിൽക്കുന്ന സമയത്തിന് വേദ പറഞ്ഞിട്ട്, അതെ എനിക്ക് സഹിക്കാൻ പറ്റാതെ അത്രത്തോളം വേദനയുണ്ട് എന്ന് പറയും. അപ്പോഴേക്കും വിക്രം വളരെയധികം സ്നേഹത്തോടു കൂടി തന്നെ വേദയുടെ കാലെടുത്തിട്ട് പയ്യെ പയ്യെ ആ ഓയിൽമെന്റ് ഒക്കെ തേച്ചതിന് ശേഷം നല്ല രീതിയിൽ തന്നെ തടവി കൊടുക്കുന്നുണ്ട്. വേദക്കൊരിക്കലും വേദനിക്കരുതേ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് വളരെയധികം സ്നേഹത്തോടു കൂടി തന്നെ പയ്യെ ആയിരിക്കട്ടെ വിക്രം ഇതിങ്ങനെ തടവി കൊടുക്കുന്നത്. അപ്പോഴേക്കും വേദക്കൊന്ന് ആശ്വാസമാവുന്നുണ്ട് എന്ന് മാത്രമല്ല വേദ വളരെയധികം സ്നേഹത്തോട് വിക്രമിനെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. വിക്രം ഏതായാലും വളരെ സ്നേഹത്തോടു കൂടി തന്നെ വേദയുടെ കാലിങ്ങനെ തിരുമ്മി കൊടുക്കുന്ന സമയത്തായിരിക്കും കമലമ്മ വേദക്ക് തേക്കാനുള്ള തൈലവുമായിട്ട് ബെഡ്റൂമിലേക്ക് വരുന്നത്. ആ സമയത്തിന് കമലമ്മ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് വിക്രം വേദയുടെ കാലൊക്കെ തടവി കൊടുക്കുന്ന ആ ഒരു കാഴ്ചയായിരിക്കും. ഇത് കണ്ടിട്ട് ഒട്ടും വിശ്വസിക്കാൻ കഴിയാതെ ഷോക്ക് ഏറ്റതുപോലെ ഇങ്ങനെ നിൽക്കുമായിരിക്കട്ടെ കമലമ്മ. കമലമ്മ വന്ന് ചോദിക്കുന്നുണ്ട്, ആഹാ അത് നന്നായി, ഞാൻ ഇവൾക്കുള്ള മരുന്നുമായി വരുമ്പോഴേക്കും നീ ഇവളുടെ കാല് തിരുമ്മി കൊടുക്കാൻ തുടങ്ങിയോ എന്ന് ചോദിക്കുന്ന സമയത്തിന് പെട്ടെന്ന് വിക്രമും വേദയും കമലമ്മയെ ഇങ്ങനെ നോക്കും. ആകെ ചമ്മലോട് കൂടെ വിക്രം പെട്ടെന്ന് അവിടെ നിന്നങ്ങ് മാറി നിൽക്കുന്നുണ്ട്. ഏതായാലും ഈ ഒരു കാഴ്ച കാണുന്ന സമയത്തിന് കമലമ്മക്ക് ഒത്തിരി സന്തോഷമായിരിക്കും. കമലമ്മ വിക്രത്തിനോട് പറഞ്ഞിട്ട്, എടാ നിനക്ക് ഇപ്പോഴെങ്കിലും വേദമോൾ എന്ന് സ്നേഹിക്കാൻ തുടങ്ങിയല്ലോ, ഇനി നിങ്ങൾ രണ്ടുപേരും എപ്പോഴും ഇതുപോലെ സ്നേഹത്തോടെ തന്നെ മുന്നോട്ട് പോകണമെന്നൊക്കെ പറഞ്ഞു കൊടുക്കും. അല്ലാതെ യാതൊരു കാരണമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും കീരിയും പാമ്പും പോലെ എപ്പോഴും ഇങ്ങനെ ദേഷ്യപ്പെടല്ല വേണ്ടത് എന്നിങ്ങനെ കമലമ്മ പറയുന്ന സമയത്തിന് വിക്രം ഒന്നും മിണ്ടാതെ വേദയത്തിനെ ഇങ്ങനെ നോക്കി നിൽക്കും. അന്നേരം വേദ പറഞ്ഞിട്ട്, ഇത് അങ്ങനെയൊന്നും അല്ലമ്മേ, വേദന സഹിക്കാതായപ്പോ ഞാൻ കാല് പിടിച്ച് പറഞ്ഞിട്ടാ എനിക്കൊന്ന് കാല് തടവി തന്നത്. അന്നേരം കമലമ്മ ഇങ്ങനെ വിക്രത്തിനോട് പറഞ്ഞിട്ട്, എടാ വിക്രം നിനക്കറിയാവോ, പോലീസുകാരൻ നിന്നെ അടിച്ചിടിച്ച് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ട സമയത്തിന് നിന്റെ പുറത്ത് ആവി പിടിച്ചു തന്നതും നിന്നെ നല്ല രീതിയിൽ തന്നെ ശുശ്രൂഷിച്ചതൊക്കെ വേദമോളാണ്. അന്നേരം വിക്രം ചോദിക്കുന്നുണ്ട്, അതൊക്കെ എനിക്ക് അമ്മയല്ലേ ചെയ്തു തന്നത് എന്ന് ചോദിക്കുന്ന സമയത്തിന് കമലമ്മ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, അതെ ഞാൻ ചെയ്തു തരുമ്പോൾ നീ അല്ലേ പറഞ്ഞത് നിനക്ക് വേദനിക്കുന്നുണ്ട്. അപ്പോഴേക്കും ഞാൻ അവിടെ നിന്നും എഴുന്നേറ്റ് പോയതിനു ശേഷം വേദമോളാണ് നിനക്ക് അതെല്ലാം ചെയ്തു തന്നത് എന്ന് പറഞ്ഞു കൊടുക്കും.
ഇത് കേൾക്കുന്ന സമയത്ത് തന്നെ വിക്രത്തിന്റെ മനസ്സിൽ അറിയാതെ ഒരു ഇഷ്ടം സ്നേഹമൊക്കെ തോന്നിപ്പോവാട്ടോ വേദയോട്. ഏതായാലും മനസ്സിന്റെ ഉള്ളിൽ തോന്നിയിരിക്കുന്ന ആ ഒരു സ്നേഹമൊന്നും തന്നെ പുറമേ കാണിക്കാതെ വിക്രം ഇങ്ങനെ അമ്മയോട് പറയുന്നുണ്ട്, ഏതായാലും അമ്മ വന്നിട്ട് ഇവളുടെ കാലൊക്കെ തടവി കൊടുക്കുക, ഞാൻ ഏതായാലും പുറത്തേക്ക് പോവാണ്, ചായ ആയിട്ടില്ല അമ്മയെന്ന് ചോദിക്കുന്ന സമയത്ത് തന്നെ നീ അടുക്കളയിൽ പോയി കുടിക്കടാന്ന് പറയും. എന്നിട്ട് അടുക്കളയിലേക്ക് ചെന്നതിന് ശേഷം ശ്രീചേച്ചിയുടെ കയ്യിൽ നിന്ന് ചായയൊക്കെ വാങ്ങിച്ചതിന് ശേഷം നേരെ സിറ്റൗട്ടിൽ വന്നിട്ട് ആ ചായ ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും വിക്രം. അങ്ങനെ വിക്രം ഏതായാലും ചായ കുടിക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്നും അടുക്കളയിലേക്ക് പോകുന്ന സമയത്തിന് കമലം അങ്ങനെ വേദയോട് ചോദിക്കുന്നുണ്ട്, അവനിപ്പം നല്ല മാറ്റമുണ്ടല്ലേ മോളെ എന്ന് ചോദിക്കും. ആ സമയത്തിന്റെ വേദ പറഞ്ഞിട്ട്, അറിയില്ല അമ്മേ, എനിക്കിപ്പോഴും പിടികിട്ടിയിട്ടില്ല. ചിലപ്പോൾ വിക്രമിന്റെ പ്രവൃത്തി കാണുമ്പോൾ എന്നോട് നല്ല സ്നേഹമുണ്ടെന്ന് തോന്നും, പക്ഷേ ചിലപ്പോൾ എന്നോട് ദേഷ്യമുള്ളതായിട്ടും തോന്നും എന്നൊക്കെ പറയും. അന്നേരം കമലമ്മ പറയുന്നുണ്ട്, അതൊന്നും സാരമില്ല മോളെ, അതെല്ലാം മാറും. ഇനി നിങ്ങൾ രണ്ടുപേരും വളരെ സന്തോഷത്തോടു കൂടി തന്നെ ഈ വീട്ടിൽ ജീവിക്കും. അവൻ നല്ല പയ്യനാ മോളെ, നിന്നെ അവൻ എന്തായാലും സ്നേഹിക്കും. നിങ്ങൾ രണ്ടുപേരും എത്രയും പെട്ടെന്ന് തന്നെ മനസ്സുകൊണ്ട് ഒന്നാവണമെന്നാണ് ഈ അമ്മയുടെ ആഗ്രഹം എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കട്ടെ കമലമ്മ അവിടെ നിന്നും പോകുന്നത്. അങ്ങനെ കമലമ്മ പുറത്തേക്ക് വന്നതിന് ശേഷം നന്ദിനി അവിടെ കഴിഞ്ഞ് അടിച്ചു വാരിക്കൊണ്ടിരിക്കുകയായിരിക്കും. നന്ദിനിയോടായിട്ട് കമലമ്മ പറയുന്നുണ്ട്, നന്ദിനി നീ വിക്രമിന്റെ മുറിയൊന്നും കൂടി അടിച്ചു വാരിയേക്ക്, വേദമോള് കാല് വയ്യാതെ അവിടെ ഇരിക്കല്ലേ. കമലമ്മ പറഞ്ഞത് ഏതായാലും മനസ്സിരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ എന്നൊക്കെ ചിന്തിച്ച് ദേഷ്യം പിടിച്ചുകൊണ്ടായിരിക്കട്ടെ നന്ദിനി നേരെ വിക്രമിന്റെ മുറിയിലേക്ക് ചെന്ന് നോക്കുന്നത്. ആ സമയത്തിന് വേദ അവിടെ അങ്ങനെ കിടക്കുമായിരിക്കും. അതുകൊണ്ട് നന്ദിനിക്ക് അങ്ങ് ദേഷ്യം വരും. നന്ദിനി നേരെ വേദയോട് വന്നങ്ങ് പൊട്ടിത്തെറിക്കുന്നുണ്ട്, എടി സത്യം വരടി, നിന്റെ കാലിന് വയ്യാകിയൊന്നുമില്ലല്ലോ, നീ വെറുതെ ഇവിടെ കിടന്ന് അഭിനയിക്കല്ലേ എന്ന് ചോദിക്കും. ഇതൊക്കെ നിന്റെ നാടകമാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, ജോലിയൊന്നും ചെയ്യാതെ നിനക്ക് ഇവിടെ ഇങ്ങനെ സുഖിച്ചിരിക്കാലോ എന്നൊക്കെ പറയും. അന്നേരം വേദ ചോദിക്കുന്നുണ്ട്, ആ അതെ, അത് നന്ദിനി അടുത്തേക്ക് എങ്ങനെയാ മനസ്സിലായത്? സത്യം പറയാലോ, ഞാൻ ഇവിടെ അഭിനയിക്കുകയാണ്, എനിക്ക് ശരിക്കും വലിയ വേദനയൊന്നും ഇല്ലതേ. എന്റെ കാലിന് സത്യം പറഞ്ഞാൽ ഇപ്പൊ യാതൊരു കുഴപ്പമില്ല. കുഴപ്പമുണ്ടെന്ന് പറഞ്ഞാൽ വിക്രം ഏതായാലും എന്നെ ഇങ്ങനെ എടുത്തോണ്ട് നടക്കുകയൊക്കെ ചെയ്യല്ലോ, അതെനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. പിന്നെ അത് മാത്രമല്ല എന്നിട്ട് വേദം ഇങ്ങനെ പറയാൻ നടക്കുന്ന സമയത്തിന് നന്ദിനി പറയുന്നുണ്ട്, അയ്യേ നിർത്ത്, മതി എനിക്ക് ഇങ്ങനത്തെ കേട്ടത്, ഒരു നാണമില്ലാത്തവൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ നന്ദിനി ഏതായാലും അടിച്ചു വരാൻ വേണ്ടിയിട്ട് അവിടെ നിന്നങ്ങ് പോവാണ്. പിന്നീട് കമലമ്മ ഏതായാലും സുധാകര മാഷിനുള്ള ചായക്ക് കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട് എന്ന് മാത്രമല്ല വിക്രത്തിന്റെ വേദിയുടെ കാര്യം പറയുന്നുണ്ട്. അതേ മാഷെ, വിക്രത്തിനിപ്പോ വേദമോളോട് അത്ര പഴയ പോലത്തുള്ള ദേഷ്യവും കാര്യങ്ങളൊന്നും ഇല്ല. ശരിക്കും വിക്രം അവളെ സ്നേഹിച്ചു തുടങ്ങിയെന്നാണ് എനിക്ക് തോന്നുന്നത്. അന്നേരം സുധാകരൻ മാഷ് പറഞ്ഞിട്ട്, അതൊക്കെ നിന്റെ തോന്നലാടോ കമലം, അവനെ നിനക്ക് ശരിക്കും അങ്ങ് അറിയാത്തതുകൊണ്ടാണ്. അവൻ ഓന്തിന്റെ സ്വഭാവമാണ്. വേദമോളെ പറ്റിയിട്ട് എന്തെങ്കിലും കുറ്റം ആരെങ്കിലും അവനോട് പറഞ്ഞു കൊടുത്താൽ പിന്നെ അവൻ അപ്പം തന്നെ മനസ്സങ്ങ് മാറും. അപ്പൊ കമലമ്മ പറഞ്ഞിട്ട്, അങ്ങനെയൊന്നുമല്ല മാഷേ, ഇപ്പോൾ ശരിക്കും വിക്രമിന് വേദമോളോട് ഇഷ്ടമുണ്ടെന്ന് തന്നെയാണ് എൻ്റെ മനസ്സ് പറയുന്നത്. അവന്റെ മാറ്റം കണ്ടാൽ തന്നെ എനിക്കറിയാം മാഷേ, ഞാനിന്ന് അത് നേരിട്ട് കണ്ടതാണ്. വേദമോളെ കാണുന്ന സമയത്തിന് അവന്റെ നോട്ടും ഭാവമൊക്കെ കണ്ട ശരിക്കും വേദമോളോട് അവൾക്ക് ഇഷ്ടമുള്ളതുപോലെയാ തോന്നുന്നത് എന്നൊക്കെ പറയും. കമലമ്മയുടെ മുഖത്ത് സന്തോഷമെല്ലാം കാണുന്ന സമയത്തിന് മാഷിനങ്ങ് വല്ലാതാവും. മാഷ് പറഞ്ഞിട്ട്, ഇടോ താൻ ഇങ്ങനെ കൂടുതലൊന്നും സന്തോഷിക്കണ്ട, നമ്മളെല്ലാവരും സന്തോഷിക്കുന്ന സമയത്തും അവനെല്ലാവരും വേദനിപ്പിച്ചിട്ടേ ഉള്ളൂ. അവന്റെ ഇങ്ങനെയുള്ള സ്വഭാവം മറ്റാരേക്കാളും നമുക്ക് കൂടുതൽ അറിയാലോ, അതുകൊണ്ട് അത് ആലോചിച്ച് നീ ഒരുപാട് അങ്ങ് സന്തോഷിക്കണ്ട എന്നൊക്കെ പറയാട്ടോ കമലമ്മയോട്. കമലമ്മ ഏതായാലും ചായ ഗ്ലാസ് കൊണ്ടുപോയി വെക്കാൻ വേണ്ടിയിട്ട് അടുക്കളയിലേക്ക് വരുന്ന സമയത്തിന് ശ്രീജി ചോദിക്കുന്നത്, വേദമോൾക്ക് ഇപ്പൊ എങ്ങനെയുണ്ട് അമ്മേ, അവളുടെ കാലിന് കുറവുണ്ടോ എന്ന് ചോദിക്കും. അപ്പോഴേക്കും ആ മോളെ കുറവുണ്ടെന്നാ മോള് പറഞ്ഞത് എന്ന് പറയുന്ന സമയത്തിന്, എന്നാ പിന്നെ ഞാൻ വേദമോൾക്ക് ചായ കൊണ്ടുപോയി കൊടുത്തിട്ട് വരാമെന്നൊക്കെ പറഞ്ഞ് ശ്രീജ ഒരു ഗ്ലാസ് ചായയുമായിട്ട് നേരെ വേദയുടെ ബെഡ്റൂമിലേക്ക് പോയി ചെല്ലുന്നുണ്ട്. ശ്രീജ ചായമായി പോകുന്ന സമയത്തായിരിക്കും വിഷേട്ടൻ പെട്ടെന്ന് ശ്രീജയെ വിളിക്കുന്നത്. ആ സമയത്തിന് വിക്രത്തിനോട് പറഞ്ഞിട്ട്, അയ്യോ വിക്രം, വിഷേട്ടിന് പോവാൻ സമയമായി, നീ ഈ ചായ ഒന്ന് വേദമോൾക്ക് കൊണ്ടുപോയി കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ് വിക്രമിനെ ഏൽപ്പിക്കാട്ട ആ ഒരു ചായ. എന്നിട്ട് ശ്രീജയുടെ നേരെ വിശ്വത്തിന്റെ അടുത്തേക്ക് ചെല്ലും. വിക്രം ഏതായാലും ഭയങ്കര ഇഷ്ടത്തോടു കൂടി തന്നെ ആയിരിക്കും വേദക്ക ഒരു ചായ കൊണ്ടുവന്ന് കൊടുക്കുന്നത്. വളരെയധികം സ്നേഹത്തോടെ വിക്രം തനിക്ക് ചായ കൊണ്ടുവന്ന് കൊടുക്കുന്നത് കണ്ടിട്ട് ഭയങ്കര സ്നേഹം വരികയാണ്, ഭയങ്കര ഇഷ്ടം വരികയാണ് വേദക്ക്. വേദ ചോദിക്കുന്നത്, അല്ല ഇതാർക്കാണ് ഈ ചായ എന്ന് ചോദിക്കുന്ന സമയത്തിന് വേദക്ക് നേരെ നീട്ടാണ് വിക്രം. വേദ ഒരുപാടധികം സ്നേഹത്തോടു കൂടി തന്നെ ആയിരിക്കട്ടെ വിക്രത്തിന്റെ കയ്യിൽ നിന്ന് ആ ഒരു ചായ അങ്ങ് വാങ്ങി കുടിക്കുന്നത്. വേദയുടെ ഭാവം മാറ്റും. വേദയുടെ മനസ്സിൽ തന്നോട് ആ ഒരു ഇഷ്ടമുണ്ട് എന്ന് മനസ്സിലാക്കി വിക്രം ഏതായാലും പെട്ടെന്ന് അങ്ങ് ടോണ് മാറ്റും. വിക്രം ചോദിക്കുന്നുണ്ട്, ഇനിയിപ്പോ നിനക്കുള്ള ഭക്ഷണം 3 നേരം ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് തന്നാ മതിയോ, അതോ 3 നേരം ഞാൻ നിനക്ക് വാരി തരണോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്തിന്റെ വേദയുടെ മുഖം അങ്ങ് മങ്ങാൻ. വേദ പറഞ്ഞിട്ട്, അതെ നിങ്ങൾ എന്റെ ഭർത്താവല്ലേ, അപ്പോ നിങ്ങൾ എനിക്ക് വാരി തന്നൊന്ന് വിചാരിച്ച് യാതൊരു കുഴപ്പമില്ല. തന്നോടുള്ള സ്നേഹം മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് തന്നെയാണ് വിക്രം തന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വേദ മനസ്സിൽ ചിന്തിക്കുന്നത്, എന്തായാലും ഈ വിക്രമിനെ ഞാൻ കറക്കിയെടുക്കുമെന്നൊക്കെ ചിന്തിച്ച് ഭയങ്കര സന്തോഷത്തോടെ ഇരിക്കുന്ന വിക്രത്തിനെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാം.